ഖത്തർ ഇറാന് നൽകാനുള്ള $6 മില്യൺ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സ്വിറ്റ്സർലൻഡിലെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന് പറയുന്നത് ഈ പണമാണ്. $6 മില്യൺ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നുള്ളത്. ഇത് നോർത്ത് കൊറിയക്ക് പെട്രോളിയം വിൽപ്പന നടത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് 2023 ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഈ 2023 വിൽപ്പന നടത്തിയ സമയത്ത് ഡോളറിലാണ് വിനിമയം നടന്നത് എന്നതിനാൽ പിന്നീട് അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന രാജ്യമാണ് ഇറാൻ എന്നതിനാലും അവരെന്ത് ചെയ്തു, ഈ പണം കൊറിയക്ക് നേരിട്ടുകൊണ്ട് ഇറാന് നൽകാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞു. നിങ്ങൾക്ക് നേരെ ഉപരോധങ്ങൾ ഉണ്ടാവും, കാര്യങ്ങൾ അനുസരിക്കാത്തൊരു സ്ഥിതി വന്നാൽ നിങ്ങൾക്ക് നേരെ ഉപരോധങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ അവർക്ക് പണം നൽകാൻ വേണ്ടി പാടില്ല എന്നുള്ള സ്ഥിതിയിൽ വന്നു. അങ്ങനെ അവിടെ കെട്ടിക്കെടുക്കുകയായിരുന്നു ഈ പറയപ്പെട്ട പണം. എന്നാൽ 2023 മധ്യഭാഗത്തെ സമയത്ത് 5 അമേരിക്കൻ പൗരന്മാരെ കൈമാറുന്നതുമായി ഖത്തറുമായിട്ടൊരു ഡീലിംഗ് ഉണ്ടാക്കി. അമേരിക്കയും ഇറാനും ഖത്തറാണ് മധ്യസ്ഥർ. അത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാനുമായിട്ട് സംസാരിച്ചത് ഖത്തറാണ്. ആ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ വന്ന സമയത്ത് ഈ പറയപ്പെട്ട പണം ഇറാൻ അവിടെ എടുത്തിട്ടു. ഞങ്ങൾക്ക് ആ പണം തിരിച്ചു തരണം എന്ന് പറഞ്ഞു. പണം തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്നുള്ളത് അമേരിക്ക സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അതെന്ത് ചെയ്യണം, ഡയറക്റ്റ് ത്രൂ നൽകാൻ വേണ്ടി പാടില്ല. അതായത് എങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, കൊറിയ നേരിട്ട് കൊണ്ട് ഇറാന് നൽകാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം, ഖത്തറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഖത്തർ എന്ത് ചെയ്യണം, ഇറാന് നൽകണം. അതായിരുന്നു വ്യവസ്ഥ. ആ വ്യവസ്ഥ പ്രകാരം പണം ഖത്തർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവർക്ക് നൽകേണ്ട ഒരു വിഷയം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വന്ന സമയത്ത് അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി മേഖല ആകെ പ്രതിസന്ധിയിലായി എന്ന് മാത്രമല്ല അതിൽ പറയുന്നത്, ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഹമാസ് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയിരിക്കുന്ന ഒരു സർവേ പ്രകാരം അല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിൻ്റെ പിന്നാമ്പുറം ഇറാനാണ്. ഒരു കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തി ഇല്ലാതെ ഒരിക്കൽ പോലും എന്താവില്ല, ഹമാസ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പ്, അതൊരു രാജ്യത്തിൻ്റെ സൈനിക സംവിധാനമൊന്നുമല്ല, ഒരു സൈനിക ട്രൂപ്പാണ്. അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആക്രമിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ എന്ത് ചെയ്തു, ഖത്തറിനോട് പറഞ്ഞു ആ പണം നൽകരുത്, നിങ്ങളുടെ ബാങ്കിൽ തന്നെ ആ പണം അവിടെ കടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, ആ രീതിയിൽ തന്നെ കടന്നോട്ടെ, ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ. ഉത്തരവ് ലംഘിക്കുന്നൊരു സ്ഥിതി കാര്യങ്ങളുണ്ടായാൽ നിങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരും. അപ്പോൾ അതോടുകൂടി സ്വാഭാവികപരമായ രീതിയിൽ ഖത്തർ ഒരിക്കലും നൽകില്ല. കാരണം ആ പണം എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള പണമാണ്, കൊറിയയുടെ പണമാണ്, ഇറാന് കിട്ടേണ്ടതാണ്, ഖത്തറിലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്ക പറഞ്ഞതാണ്. ഒരു മധ്യസ്ഥൻ എന്ന നിലക്ക് ആ മധ്യസ്ഥ തെറ്റിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു വിഷയമാണ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായ രീതിയിൽ ഇറാൻ പറഞ്ഞത്. മുന്നോട്ട് വെക്കപ്പെടുന്ന ചില നിർദ്ദേശങ്ങൾ കൃത്യതയോടുകൂടി ആ കൃത്യത പാലിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കരാർ വ്യവസ്ഥ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ആ കരാർ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ടതാണ് ഈ പണം പിന്മാറുക എന്നുള്ളത്. അത് നൽകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ ചെറിയ സംഭവമൊന്നുമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ $20 മില്യൺ സമാനമായ രീതിയിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിലനിൽക്കുകയാണ്. ആ രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് അമേരിക്കയുടെ സമ്മതം വേണം. 6 മില്യൺ കഴിഞ്ഞാലും ബാക്കിയുള്ള ശേഷിക്കുന്ന പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇനിയും ചർച്ച ഉണ്ടാവാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം, ഈ പണം കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല, ഗൗരവപരമായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഉടമ്പടി പ്രകാരം ഈ കരാർ വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മധ്യസ്ഥരായിരിക്കുന്ന സ്വിറ്റ്സർലൻഡും പാകിസ്ഥാനും ഖത്തറുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഗസയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ പോലെ ആയിരിക്കില്ല നമ്മൾ തമ്മിലുണ്ടാക്കിയിരുന്ന കരാർ വ്യവസ്ഥ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ഘട്ടങ്ങളിലായിട്ടുള്ള സമാധാന പാക്കേജ് ആയിരുന്നു ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചത്. അമേരിക്ക ഇസ്രായേൽ സംയുക്തമായ രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. 1ാം ഘട്ടത്തിൽ കരാർ വന്നതിന് ശേഷം
പിന്നീട് അടുത്ത ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതും ആ ആലോചനയോടനുബന്ധിച്ച് പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉണ്ടാവുക. അതിൽ സൈനിക പിന്മാറ്റം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ തരത്തിലായിരുന്നു ആ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയെ ആക്രമിച്ചു വീണ്ടും. അതിൽ ഒന്നിലധികം ആളുകൾ ഫസ്റ്റ് സമയത്ത് തന്നെ കൊല്ലപ്പെട്ടു. 3 ആൾ എന്നൊക്കെ പറയുന്നുണ്ട്, ഒരാൾ എന്തായാലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥിതി വന്നപ്പോൾ ആ റൂട്ട് മാറി, അവസ്ഥകൾക്ക് വലിയ മാറ്റം വന്നു. അപ്പോൾ ഇവരത് പറയുകയും ചെയ്തു, കരാർ ലംഘിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, മധ്യസ്ഥർ ഇടപെട്ടുകൊണ്ട് അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഈ അറേബ്യൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട ഗസാണ് അത് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ഹമാസ് തന്നെയാണ് ആ വിഷയം പറഞ്ഞത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇറാൻ അതിൽ ഇടപെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവർത്തനം വീണ്ടും ഉണ്ടായി. ആക്രമണം വീണ്ടും വന്നു, പലതരത്തിലും പല രീതിയിലും ആക്രമണം വന്നു. ആക്രമണം വന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാൻ ഹമാസിനാവാത്തൊരു സ്ഥിതി വന്നു. മരണം കൂടിയപ്പോൾ പിന്നീടാണ് ഇറാൻ ആ വിഷയത്തിൽ പറഞ്ഞത് 20 മധ്യസ്ഥരുടെ മുഖാന്തരം 20 രാജ്യത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്ത ഈജിപ്തിൽ നടന്ന വിപുലമായിരിക്കുന്ന ഒരു ചർച്ചയിലാണ്, അല്ലെങ്കിൽ വിപുലമായിരിക്കുന്ന ഒരു കരാറിലാണ് ഈ പ്രശ്നങ്ങൾ തീർത്തത്. അപ്പോൾ അത്ര ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ പ്രതികരിക്കേണ്ടത് ആരാണ്? പ്രതികരിക്കേണ്ടത് മധ്യസ്ഥരാണ്. മധ്യസ്ഥർ മൗനം പാലിച്ചു. 20 രാജ്യങ്ങൾ അവിടെ കാവ കുടിക്കാൻ പോയതാണോ എന്ന് ചോദിച്ചത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. ഇത്രയും വലിയ, അതിനുശേഷം പറയുന്നത് 600 ചില്ലാനും ആക്രമണങ്ങൾ ഇസ്രായേൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗസക്ക് നേരെ നടത്തിയിട്ടുണ്ട്. 300ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യത്യസ്ത സമയങ്ങളും വ്യത്യസ്ത കാലങ്ങളിലുമായി. അപ്പോൾ അത്ര കഠിനമായിരിക്കുന്ന ഒരു ആക്രമണം നടത്തിയിട്ട് മധ്യസ്ഥർക്ക് എന്തില്ല, അവർ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത രീതിയിലും മധ്യസ്ഥർ പ്രത്യേകമായ രീതിയിൽ ഒന്നും സംസാരിക്കാത്ത രീതിയിലുമാണ് ഒടുവിൽ കാര്യങ്ങൾ പോയത്. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഈ വിഷയവുമായിട്ട് ചേർത്ത് കൊണ്ടാണ് ഇറാൻ പറഞ്ഞത് മധ്യസ്ഥരുടെ റോളുകൾ കൃത്യമാണ്, ലംഘിക്കപ്പെടുന്ന സമയത്ത് അത് മധ്യസ്ഥരെ സംബന്ധിച്ചവർക്ക് വലിയ പ്രയാസം ഉണ്ടാകും. കരാർ ലംഘിക്കുക എന്നുള്ളത് അമേരിക്ക സാധാരണ ചെയ്യാറുള്ള കാര്യമാണ്. അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അവർ പിന്നെ കരാർ ലംഘിക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അവർ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു നല്ല കർമ്മമായിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും ഒരു അവസ്ഥകളും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ കാര്യത്തിൽ മധ്യസ്ഥർക്ക് ഒരു ഭയമുണ്ട്. കാര്യം ഈ കാര്യം അമേരിക്ക പാലിച്ചിട്ടില്ലെങ്കിൽ ഗസയിലെ ഹമാസിനെ പോലെയല്ല ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം, അവരെ ആക്രമിക്കും. അവർക്ക് അങ്ങനത്തെ വലിയ വിഷയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അക്രമ കാര്യങ്ങളൊക്കെ വന്നാൽ അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസമാണ്. പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നവർ പറയുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ മരവിപ്പിച്ച പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അത് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. യുദ്ധം ചെയ്ത് എങ്ങനെയാണെങ്കിലും ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്നുള്ള ബോധ്യം നിലവിലിപ്പോൾ അമേരിക്കക്കുണ്ട്. പല ഘട്ടങ്ങളിലും പല രൂപത്തിലും അവരത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സാധിക്കാത്തൊരു വിഷയമാണ് പരാജയപ്പെടുക എന്നുള്ളത്. പിന്നെ ചെയ്യാനുള്ള ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമാധാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക, അല്ല യുദ്ധവിരാമം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടും ആ ഒരു അവസ്ഥക്ക് വേണ്ടിയിട്ടുമാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. സർവ്വ മേഖലയോടും നീതി പുലർത്തുക എന്നുള്ളത് തങ്ങളുടെ ആഗ്രഹമാണ് എന്ന് ആര് പറഞ്ഞു വെച്ചിട്ടുണ്ട്? അമേരിക്ക പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മേഖല ഏതെല്ലാമാണ് എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് ഇറാൻ അതിന് പ്രതികരണം നടത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മറുപടി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ വളരെ വളരെ വലുതാണ്. പക്ഷേ അവർ കീഴ്പ്പെട്ടിട്ടില്ല എന്നുള്ളത് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അമേരിക്കയോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത്, അമേരിക്കയോടും ഇസ്രായേലിനോടും സംയുക്തമായ രീതിയിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തുകൊണ്ട് ജയിച്ച രാജ്യം എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ 5 വർഷമായി ഉക്രൈനുമായിട്ട് റഷ്യ യുദ്ധത്തിലാണ്.
5 വർഷം യുദ്ധം ചെയ്തിട്ടും അവിടെ റഷ്യക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. 3 മാസം കൊണ്ട് യുദ്ധം ചെയ്തിട്ട് അമേരിക്കയും ഇസ്രായേലും ഒരേ സമയത്ത് പരാജയപ്പെടുത്തി എന്നുള്ളതും 2 വർഷം യുദ്ധം ചെയ്തിട്ടും വിജയിക്കാത്ത തരത്തിൽ തിരിച്ചു പറഞ്ഞയച്ചിട്ടുണ്ട് ഹമാസ് ഇസ്രായേലിനെ എന്നുള്ളതും ഗൗരവകരമായ രീതിയിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലെ പരാജയത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ലോകത്തിന് മുൻപിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും ആ കാര്യം തന്നെ ആവർത്തിച്ചു കൊണ്ട് പറയുന്നതിൽ അവർക്ക് വലിയ പ്രയാസമോ കാര്യങ്ങളോ ഉണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യമായ രീതിയിൽ ഇറാനുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിവരക്കേട് മുഴുവനും ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറയുന്നതൊന്നും അത് കാര്യമാക്കേണ്ട എന്നുള്ളത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ട്രംപ് എന്ന് പറഞ്ഞാൽ ഇറാൻ 2 പറയും. അത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആവശ്യമാണ് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഇറാൻ്റെ മുൻപിൽ കീഴടങ്ങുന്ന മുട്ടിലിയേണ്ട ഒരു സ്ഥിതിയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സംഭവമായിട്ട് തന്നെ വിലയിരുത്തുന്നു എന്ന് ചുരുക്കം.